ഇനി മിമിക്രി ലോകത്തിന് കോമഡി ഉത്സവം നൽകുന്ന ആദരം. ആ ആദരം ഇന്ന് നൽകുന്നത് ആർക്കാണെന്ന് അറിയാനായിട്ട് ഒന്ന് വീഡിയോ പ്രൊഫൈൽ കാണാം. മലയാളികൾ ഇന്ന് കാണുന്ന മെഗാ ഷോകൾക്ക് കേരളക്കരയിൽ ഹരിശ്രീ കുറിച്ച കലാസാമ്രാട്ട് സുരേന്ദ്രൻ കിടങ്ങറ. 60കളിൽ ക്ലബ്ബ് നാടകങ്ങളിലൂടെ കലാരംഗത്തേക്കെത്തിയ ഇദ്ദേഹം 1967 കലാമേള എന്ന പേരിൽ ഒരു കൂട്ടം കലാകാരന്മാരെ ഉൾപ്പെടുത്തി ഒരു കലാപ്രസ്ഥാനത്തിന് രൂപം നൽകി. കേരളത്തിൽ ആദ്യമായി ഫിഗർ ഷോ അവതരിപ്പിച്ച കലാകാരൻ എന്ന ക്രെഡിറ്റും ഈ ബഹുമുഖ പ്രതിഭയ്ക്ക് സ്വന്തം. 1980കളിൽ പ്രൊഫഷണൽ നാടകവേദികളിൽ അഭിനയ സാന്നിധ്യമായി മാറിയ ഇദ്ദേഹം പിന്നീട് ടെലിവിഷൻ രംഗത്തും ചലച്ചിത്ര രംഗത്തും ഒരുപോലെ നിറസാന്നിധ്യമായി. മലയാളത്തിന്റെ പ്രിയ കവി മധുസൂദനൻ നായരുടെ പ്രശസ്തമായ കവിത നാറാണത്ത് ഭ്രാന്തന്റെ ദൃശ്യാവിഷ്കാരം വേദികളിൽ ഇന്നും സജീവമായി അവതരിപ്പിച്ച് കയ്യടി നേടുകയാണ് ഈ ആലപ്പുഴ സ്വദേശി. കോമഡി ഉത്സവ വേദിയിൽ സുരേന്ദ്രൻ കിടങ്ങറയ്ക്ക് ആദരവ്. മാഷ ആ സമയത്ത് അങ്ങനെ ഒരു മെഗാ ഷോ, ആ സമയത്ത് മിമിക്രി തന്നെ ഇത്രയും പോപ്പുലർ ആണോ അല്ലയോ നമുക്കറിയില്ല. 62 ഞാൻ ഞങ്ങളുടെ നാട്ടിലെ ക്ലബിൽ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 67 ശേഷമാണ് ഇത്തരം പരിപാടികൾ ആവിഷ്കരിക്കുക, ഈ മെഗാ ഷോ പോലുള്ള സാധനങ്ങൾ ചെയ്യുന്നല്ലേ. ഇന്നാണത് മെഗാ ഷോ. അന്ന് മെഗാ ഷോ അല്ല. അന്ന് എങ്ങനെയായിരുന്നു അത്? അന്ന് ഡാൻസ്, മിമിക്സ്, സ്കിറ്റ്, അതുപോലെ തന്നെ കഥാപ്രസംഗം, ഗാനമേള, ഇതെല്ലാം കൂടി കൂട്ടിയാണെങ്കിൽ ഒരു ദിവസം ഒരു പരിപാടി. അതാണ് കലാമേള. കലാമേള എന്ന പേരിൽ ഒരു ടൂറിംഗ് ഡ്രാമാറ്റിക് ക്ലബ്ബ് ഞാൻ രൂപീകരിച്ചു. അത് ഈ കേരളത്തിൽ അനവധി ഭാഗങ്ങളിൽ ഗ്രാമീണ കലകളായി അവതരിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ആ പരിപാടി ഞാൻ അവതരിപ്പിച്ചപ്പോൾ അതിനെ അന്ന് കുറേ നല്ലൊരു ശതമാനം ആൾക്കാർ അതിനെ സ്വീകരിച്ചിരുന്നു. അപ്പം ഞാനത് എൻ്റെ കഴിവിൻ്റെ പരമാവധി കലയോടുള്ള സ്നേഹം കൊണ്ട് ഞാനതിനെ വളർത്തിയെടുത്തു. അപ്പോൾ ഫ്ലവേഴ്സ് തുടങ്ങിയ കാലം മുതൽ ഇതിൻ്റെ പരിപാടികളെല്ലാം തന്നെ ഞാൻ വീക്ഷിക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി അവതരിപ്പിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹവുമുണ്ട്. അതെ, പക്ഷെ പ്രായം കൂടിയതുകൊണ്ട് പ്രായാധിക്യത്താൽ എനിക്ക് ഈ വേദിയിൽ വരാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, നാണക്കേടുണ്ട്. കാരണം ഓജസ്സും തേജസ്സും ഉള്ള മെയ്ക്കരുത്തും ഉൾക്കരുത്തുമുള്ള യുവജനങ്ങൾ ഈ വേദിയിൽ വന്ന് വളരെയേറെ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ ഒരു പടുവൃദ്ധനായ ഞാൻ ഇവിടെ വന്ന് കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ എനിക്ക് തന്നെ എന്തോ ഒരു, നമ്മളൊക്കെ ഇങ്ങനെ ഒരു വേദിയിൽ കയറണമെന്നും വേദിയിൽ അവതരിപ്പിക്കണമെന്നും ഒക്കെ ചിന്തിച്ച് തുടങ്ങുന്നതിന് മുമ്പ്, ഈ കാര്യം ഇത്രയും ജനകീയമാവുന്നതിന് മുമ്പ് അവതരിപ്പിച്ച് പടവെട്ടിയ താങ്കളെ പോലുള്ള ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് ഇവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ തീർച്ചയായും എന്തുകൊണ്ടും ഇവിടെ വരുന്ന എല്ലാവരെയും അവർക്ക് തുല്യമോ അതിന് മുകളിലോ ആണ് താങ്കൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഫിഗർ ചെയ്യും. കേരളത്തിലെ, തമിഴ്നാട്ടിലെ, ഹിന്ദിയിലെ ഒക്കെ സിനിമാ നടന്മാരുടെ ഫിഗർ ധാരാളം ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് അതിനുള്ള കപ്പും കവിളും മുടിയും തടിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നെല്ലാം പോയി വളരെ ക്ഷീണിച്ചു. എന്നാലും ഞാൻ സാറിനോടൊന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, നമുക്ക് വേണ്ടി 1-2 ഞാൻ 1-2 പേരെ ചെറിയ രീതിയിൽ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് നോക്കാം. സാർ, അപ്പോൾ ഫിഗർ ആരുടെയൊക്കെയാണെന്ന് നമുക്ക് വേണ്ടി? ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ പഠിക്കാത്ത മനുഷ്യൻ എന്ന ചിത്രം. மனிதன் மனிதன் எவன்தான் மனிதன், வாழும் போதும் சத்து சத்து பிழைப்பவன் மனிதனா, வாழ்ந்த பின்னும் பேரை நாட்டி நிலைப்பவன் மனிதனா, பிறருக்காக கண்ணீரும் பிறருக்காக செந்நீரும் சிந்தும் மனிதன் எவனோ அவனே மனிதன் மனிதன் மனிதன். அடுத்த வீட்டில் தீப்பிடிக்க நினைப்பவன் மனிதனா, அந்த நேரம் ஓடி வந்து அணைப்பவன் மனிதனா, கொடுமை கண்டும் கண்ணை மூடி கிடப்பவன் மனிதனா, கோபம் கொண்டு நியாயம் கேட்டு கொதிப்பவன் மனிதனா, கெடுப்பவன் மனிதனா, எடுப்பவன் மனிதனா, கொடுப்பவன் எவனடா அவனே மனிதன் மனிதன் மனிதன். അദ്ദേഹം ഇന്ന് വേദികളിൽ അവതരിപ്പിക്കുന്നത് ഒരു ഏകാഭിനയമാണ്. നാറാണത്ത് ഭ്രാന്തൻ എന്ന ഏകാഭിനയം. നമുക്ക് അതിൻ്റെ ഒരു എക്സെപ്റ്റ് ഇവിടെ കാണാം.
12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണ തിമിരമില്ല. എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണ തിമിരമില്ല. ഉള്ളിനഗ്നികോണിൽ കാറ്റുരഞ്ഞു തീരിറ്റുന്ന നഗ്നമാം ദുസ്വർഗ കാമമില്ല. വാഴ്വിൻ ചെതുമ്പിച്ച വാതിലുകളടയുന്ന പാഴ്നിഴൽ പുറ്റുകൾ കിടപ്പാറ്റിയുടയുന്ന ചിടകെട്ടി കേവലത ധ്യാനത്തിലുറയുന്ന ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി, ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി നേര് ചികയുന്ന ഞാനാണ് ഭ്രാന്തൻ, മൂകമുരുകുന്ന ഞാനാണു മൂഢൻ. നേര് ചികയുന്ന ഞാനാണ് ഭ്രാന്തൻ, മൂകമുരുകുന്ന ഞാനാണു മൂഢൻ. കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ, കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ, കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ, കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ, കോലായിലി കാലമൊരു മന്തുകാലുമായി തീകായുവാനിരിക്കുന്നു. ചീർത്ത കൂനൻ കിനാക്കൾ തൻ കുന്നിലേക്ക് മേഘകാമങ്ങൾ കല്ലുരുട്ടുന്നു. പൊട്ടിബലിയുന്ന ദിശയെട്ടുമുപശാന്തിയുടെ മൊട്ടുകൾ തിരഞ്ഞു നടകൊള്ളുകേ. ഓർമ്മയിലൊരുടുവഴി വരരുചിപ്പഴമയുടെ നേർവരയിലേക്ക് തിരിയുന്നു. ഓർമ്മയിലൊരുടുവഴി വരരുചിപ്പഴമയുടെ നേർവരയിലേക്ക് തിരിയുന്നു.